സ്കൂളിൽ +2 ക്ലാസ്സുകൾ തുടങ്ങി. നിങ്ങളൊരു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അവസാനം വരെ കേൾക്കുക. കേരളത്തിലെ എല്ലാ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് +2 ക്ലാസ്സിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ലേ? സ്കൂൾ ഇന്ന് മിക്കവാറും ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററും ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും +1-നേക്കാളും ഒരുപാട് കണ്ടന്റ് +2 കൂടുതലുണ്ട്. ഞാൻ നിങ്ങൾക്ക് 2 ഡിജിറ്റ് ഇവിടെ കാണിച്ചു തരാം. അതായത് 2025 കൊമേഴ്സിലെ വിന്നിംഗ് പെർസെൻറ്റേജ് എത്രയാണ്? 74%. അതേപോലെ തന്നെ 2026 ഈ വർഷത്തെ കൊമേഴ്സിലെ വിന്നിംഗ് പെർസെൻറ്റേജ് 74%. അതായത് ഏകദേശം 26% കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊമേഴ്സിൽ തോറ്റു പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിൽ 2025 69%, 2026 66%. ഏകദേശം 30% കൂടുതൽ കുട്ടികൾ ഹ്യൂമാനിറ്റീസിന് തോറ്റു പോകുന്നുണ്ട്. ഇത് നമുക്ക് വളരെ സങ്കടകരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പരമാവധി എഫേർട്ട് ഇട്ട് പഠിപ്പിക്കാൻ തയ്യാറായിട്ടും പല കുട്ടികളും വേണ്ട പോലെ പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, എന്നിട്ട് അവർ തോൽവിയിലേക്ക് നീങ്ങുന്നു. ഇതൊരു ആസ് എ ടീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊരു 80% മുകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റില്ല. ഈ ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും പരീക്ഷ എഴുതി വിജയിക്കുന്ന ആളുകളുടെ ശതമാനം 80% കൂടുതൽ എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ശ്രമിക്കേണ്ടത് ഞങ്ങളല്ല, മറിച്ച് നിങ്ങളാണ്. നിങ്ങൾക്ക് +2 ക്ലാസ്സുകൾ തുടങ്ങി, ഇനിയും നിങ്ങൾ തുടക്കം മുതലേ പഠിക്കാതെ, ഇപ്പം നിങ്ങൾ +2 ക്ലാസ് തുടങ്ങി, ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ വളരെ സ്ലോലി സെറ്റ് ആക്കി ഇങ്ങനെ ക്ലാസ് എടുത്തു തരും. ഒരു സമയം കഴിഞ്ഞാൽ അവർ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടേണ്ടി വരും. കാരണം അവർക്ക് ഒരുപാട് പോർഷൻസ് പഠിപ്പിക്കാനുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ചൊക്കെ സ്പീഡ് കൂട്ടി പഠിപ്പിക്കും. അവർ സ്പീഡ് കൂട്ടി പഠിപ്പിച്ചാലും സ്പീഡ് കുറച്ച് പഠിപ്പിച്ചാലും പഠിക്കാനുള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? നിങ്ങളുടേതാണ്. നിങ്ങളിൽ പല ആളുകളും ഇന്ന് മുതലെങ്കിലും പഠിച്ചു തുടങ്ങേണ്ടതാണല്ലേ. ജൂൺ 1 മുതൽ നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹം സെറ്റാക്കുക. ഞാൻ ഇന്ന് മുതൽ പഠിക്കും, ഞാൻ ഇന്ന് മുതൽ എഫേർട്ട് ഇടും, ഞാൻ ഇന്ന് മുതൽ കഷ്ടപ്പെടാൻ തയ്യാറാവും. എന്നിട്ട് +2 പബ്ലിക് എക്സാമിന് റിസൾട്ട് വരുമ്പോൾ കേരളത്തിലെ ഒരു ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് വിദ്യാർത്ഥിയായ ഞാൻ വിജയിച്ചിട്ട് ഈ ഒരു ശതമാനം ഞാൻ 80-ന് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുമെന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. പക്ഷെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒന്നും പഠിക്കില്ല. ഓണം എക്സാം വരും, അതിന് പഠിക്കില്ല. ക്രിസ്മസ് എക്സാം വരും, അതിന് പഠിക്കില്ല. മോഡൽ എക്സാം വരും, അതിനും പഠിക്കില്ല. പബ്ലിക് എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ പഠിക്കും. എന്നിട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറഞ്ഞ്, ക്ലാസ്സിലത്തെ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവുന്നില്ല, എന്ത് ആൻസർ ചെയ്താന്ന് അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തോറ്റുപോയിട്ട് വിജയ ശതമാനം വീണ്ടും വീണ്ടും കുറയാൻ നിങ്ങൾ തന്നെ ഒരു കാരണമായിട്ട് മാറും. മക്കളെ എടാ, ഇപ്പം നിങ്ങൾക്ക് ജൂൺ മാസമാണ്. 2027 മാർച്ചിലാണ് നിങ്ങളുടെ പബ്ലിക് എക്സാം. സമയം ഒരുപാടുണ്ട്. ഇപ്പോഴും ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഈ ജൂൺ മുതൽ, ഈ തുടക്കം മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കൊമേഴ്സിൽ 74%-ഉം ഹ്യൂമാനിറ്റീസിൽ 60-ന് മുകളിലുള്ള പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പായും 80%-ലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും 8 മണിക്കൂർ പഠിക്കണം എന്നല്ല. ഇപ്പോൾ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഒരു 3 മാസം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. വെറും 3 മാസം നിങ്ങൾ ഈ ഒരു സമയത്ത് 3 മാസം നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാണ്. ഈ 3 മാസത്തിലെ ഓരോ ദിവസവും നിങ്ങൾ മിനിമം ഒരു 3 മണിക്കൂർ വെച്ചിട്ട്, അതിൽ 2 മണിക്കൂർ രാത്രിയും 1 മണിക്കൂർ രാവിലെ നിങ്ങൾ പഠിച്ചോ, അല്ലെങ്കിൽ 3 മണിക്കൂർ രാത്രി നിങ്ങൾ പഠിച്ചോ, നോ പ്രോബ്ലം. ഈ 3 മാസം ഓരോ ദിവസവും നിങ്ങൾ 3 മണിക്കൂർ വെച്ച് പഠിക്കാൻ തയ്യാറാവണം. അതിൽ ഈ പഠിക്കുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം നിങ്ങൾ ആ ആഴ്ച പഠിച്ച കാര്യങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുകയും വേണം. പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾ അക്കൗണ്ടൻസി, എക്കണോമിക്സിലെ കാര്യങ്ങളൊക്കെ പ്രോബ്ലം ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ബാരിയർ, നിങ്ങളെ ഏറ്റവും വലിയ എനിമി എന്ന് പറഞ്ഞാൽ അത് ആരാടാ? നിങ്ങളുടെ മടിയാണ്. നിങ്ങൾ മടി പിടിച്ച് എക്സാം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, എക്സാം ആവാൻ വേണ്ടി കാത്തിരിക്കുക, എക്സാം ആവാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് എല്ലാം അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ റിസൾട്ട് വരുമ്പോൾ ഈ 74 69 എന്നുള്ള പോലെ കുറഞ്ഞ വിജയ ശതമാനത്തിലേക്ക് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസും വീണ്ടും താന്നു പോകും. മക്കളെ, സമയമുണ്ടടാ. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലാതെ മറ്റാരുണ്ടടാ? നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് സെറ്റാവുക, പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളൊക്കെ റെഡിയാണ്. മക്കളെ, മടിയൊക്കെ മാറ്റി വെക്കുക. സ്കൂൾ തുറന്നു, തുടക്കം മുതലേ പഠിച്ചോ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. +2 കണ്ടന്റ് 3 ഇരട്ടി കൂടുതലാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ ലെവൽ മാറുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തോൽക്കുന്ന ആളെ കൂട്ടത്തിലേക്ക് പോകും. മക്കൾ അതിലേക്ക് പോകരുത്. സങ്കടമുണ്ട്, ഞാൻ സങ്കടം കൊണ്ട് പറയാം. ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ തയ്യാറായിട്ടും പല കുട്ടികളും എക്സാമിന് തലേന്ന്, എക്സാമിന് 2 ദിവസം മുന്നേ, എക്സാമിന് 3 ദിവസം മുന്നേ പഠിക്കുന്നത് കൊണ്ടാണ് ഈ കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെയും വിജയ ശതമാനം കുത്തനെ താഴേക്ക് പോകുന്നത്. പഠിക്കാഞ്ഞിട്ട് തന്നെയാ, വേറെ ഒന്നും റീസൺ അതിനില്ല, പഠിക്കാഞ്ഞിട്ടാണ്. മക്കളെ, സങ്കടം കൊണ്ട് പറയാടാ. എല്ലാം ഇനി അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കല്ലേ. തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവടാ. തുടക്കം മുതലേ എഫേർട്ട് ഇടാൻ തയ്യാറാവ്. തുടക്കം മുതലേ കഷ്ടപ്പെടാൻ തയ്യാറാവ്. അങ്ങനെ കഷ്ടപ്പെടാൻ, അങ്ങനെ പഠിക്കാൻ, അങ്ങനെ എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ
നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. എഡ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ അതിലുണ്ടാകും. പിന്നെ അതേപോലെ PYQs ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെൻറ്റർ സപ്പോർട്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിലാണ്. കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. കാര്യങ്ങൾ സെറ്റാകും. മക്കളെ പഠിക്കണേ. നിങ്ങൾക്ക് എഡ്യൂപോഡ് ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ട്യൂഷൻ പോകുന്ന ഒരാളാണെങ്കിൽ പഠിച്ചാൽ മതിടാ. നമുക്ക് ഈ വിന്നിങ് പേഴ്സണെ 180 മുകളിലേക്ക് എത്തിക്കണ്ടേ? എത്ര കൊല്ലമായി ഈ ഒരു ഇതിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കിടക്കുന്നു. നമുക്കൊന്ന് ഉയർത്തി കാണിക്കണ്ടേ? നമുക്കും പറയണ്ടേ ഇത്രയും കുട്ടികൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സിനും ജയിച്ചു എന്ന്? പഠിക്കും മക്കളെ. മടി മാറ്റി വെച്ച്, ചടപ്പ് മാറ്റി വെച്ച്, എനിക്ക് വേണ്ടി പഠിച്ചാൽ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടാൽ, ഞാൻ കഷ്ടപ്പെട്ടാൽ എനിക്ക് പാസ്സാക്കാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയിൽ പഠിച്ച മക്കളെ. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ തോൽവിയിലേക്ക് പോയി സ്ട്രഗിൾ ചെയ്യും. സോ മക്കളെ പഠിക്കട്ടോ. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൂപ്പർ ബാച്ചിൽ അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. പഠിക്കുക. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.